അതിനിപ്പോ എല്ലാരും കണ്ണാപ്പിന്ന് വിളിക്കണത്. അങ്ങനെ ഒന്നും അത് നിങ്ങൾ ട്രോളിട്ട് പറയല്ലേ, കണ്ണെന്നാണ് വീട്ടിൽ വിളിക്കുക, അത്രേ ഉള്ളൂ. ഇനി വേറെ ചോദ്യം വേണ്ട. സൈന റിവ്യൂ ചെയ്യാൻ പറ്റണോ, പിന്നെ സൈന ട്രോളാൻ പറ്റിയതൊക്കെ അടിപൊളിയായി. അതിനുള്ള തിരിച്ച് വന്നാൽ കേൾക്കാം, അതാണ് വെയിറ്റിംഗ്. അറിയില്ല, അതോ സായി വന്നിട്ട് നമുക്ക് സായിനോട് ചോദിക്കാം. ഒന്നും പറഞ്ഞില്ല, വന്നിട്ട് എല്ലാം നേരിട്ട് സംസാരിക്കാന്നാണ് പറഞ്ഞത്. ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് എത്തും എന്തായാലും. പോവില്ലേ? വീട്ടിൽ നിന്ന് പോയപ്പോൾ ആ പറഞ്ഞ ഗെയിമോ പ്ലാനുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കളിയിൽ? നമ്മള് കുറച്ച് എക്സ്പെക്ട് ചെയ്ത സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ സായി അവിടുന്ന് പറഞ്ഞത് കേട്ട് ഞാൻ ഹാപ്പിയാണ്. എന്തായാലും എങ്ങനെയായാലും നല്ല മനുഷ്യനായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് വെയിറ്റ് ചെയ്യാണ് സായിനെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ചേച്ചി ആ റിവ്യൂ ചെയ്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചേച്ചിയാണല്ലോ? ഞാൻ കുറെ പണി പെട്ടു എന്തായാലും. കാരണം സായി ഇല്ലാതെ എനിക്ക് എൻ്റെ വർക്ക് ഉള്ളതുകൊണ്ടും ഇത് ലൈവൊക്കെ കണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ സായി ചെയ്യല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ. സായി അവിടെ പോയിട്ട് വന്നതിന് ശേഷം ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരും, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? അങ്ങനെയൊന്നുമില്ല. സായി പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറയുന്നത് സായി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഫോണില്ല, ഫുൾ ടൈം ഫോണിലായിരുന്നു, ഫോണില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കുറേ ഇരുന്നപ്പോൾ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയപ്പോൾ പിന്നെ മാറിയിട്ടുണ്ടാവും എന്തായാലും. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാറുണ്ട്. അത് വലിയ പ്രത്യേകത ഒന്നുമില്ല. ഞാനുള്ള സമയത്താണെങ്കിൽ ട്രോളാറുണ്ട് നല്ലോണം. ബിഗ് ബോസിന് പുറത്ത് സായി ചേട്ടൻ ഒരു സിംഹവും അകത്തൊരു പൂച്ചയും അങ്ങനെയൊന്നുമില്ല. സായി പുറത്തിറങ്ങി വീണ്ടും സിംഹമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സായി പഴയ സീക്രട്ട് ഉണ്ടാവും. പെട്ടിയെടുത്തത് നല്ലൊരു ഗെയിം പ്ലാൻ ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല ഗെയിം തന്നെയാണ്. കാരണം മേ ബി വിചാരിച്ചിട്ടുണ്ടാവും ടോപ്പ് 5 അല്ലെങ്കിൽ വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കുറെ നേരം നമ്മൾ കണ്ടല്ലോ, 10-15 മിനിറ്റ് തന്നെ എടുത്തു. നല്ല തീരുമാനമായിട്ടാണ്. നല്ല തീരുമാനം. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ടോപ്പ് 5 കപ്പടിക്കണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കപ്പെടുത്തു പോന്നു. അതെ, ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് താടി മീശൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാറി, എനിക്ക് കുഴപ്പമില്ല. ഇനി വരുമല്ലോ. ചേട്ടാ, കൂട്ടുകാരനെ പറ്റി ഇപ്പൊ എന്താ പറയാനുള്ളത്? ഓക്കെ, നിങ്ങൾ രണ്ടുപേരല്ലേ ഇപ്പൊ റിവ്യൂ പരിപാടിയൊക്കെ നിങ്ങൾ രണ്ടുപേരല്ലേ ചെയ്യാറുള്ളത്? അപ്പത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സായിച്ചോ? കാരണം നമ്മൾ ഒരുമിച്ച് 3 പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് ഇത്രയും ദിവസം. ഓക്കെ, വന്നിട്ട് എന്തെങ്കിലും പ്രത്യേകം പറയാനുണ്ടോ? കാരണം ഇവിടുന്ന് പോയപ്പോ ഇനി വന്ന പുതിയ ആളെ കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആണല്ലേ? ഓക്കെ, ഇപ്പത്തെ ലുക്കിനെ പറ്റി എന്താ പറയാനുള്ളത് സായിച്ചേണ്ട? അതിന്റെ അല്ലേ സായി നമ്മൾ കുറെ ശ്രമിച്ചിരുന്നു ഈ ലുക്കിക്ക് കൊണ്ടുവരാൻ. അപ്പൊ സായി പുതിയ ആളായതുകൊണ്ട് പുതിയ ലുക്കിൽ ഇറങ്ങിയതല്ലേ. അടിപൊളി ചേട്ടാ, സൂപ്പറാകും. നടരെ കണ്ടിട്ട് ഭയങ്കര, ഞാൻ കമന്റ് ഒക്കെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് തെറി ഉറപ്പാണ് പുറത്തിറങ്ങിയാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും ഭയങ്കര ആക്റ്റീവായി നിന്ന് സംസാരിച്ചു. മോളെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നല്ല ഗെയിം കളിച്ചു ആക്റ്റീവായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്കൊരു സന്തോഷം. പുറത്തെ കമന്റിലല്ലോ നോക്കണം. നമുക്ക് പുറത്തെ കമന്റ് നമുക്ക് ഇടുന്നവർക്ക് ഇടാം. പക്ഷേ അതെ, പക്ഷെ പുറത്തുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മളെ കാണുമ്പോഴൊരു മറുപടിയാണല്ലോ നമുക്കത് കേൾക്കേണ്ടത്. എനിക്ക് കേട്ടപ്പോൾ സന്തോഷമായി, ഇഷ്ടപ്പെട്ടു. അതെ, പെൺകുട്ടി അതൊക്കെ കണ്ടിരുന്നു, എല്ലാം കണ്ടിരുന്നു. എല്ലാം എന്തിനു കാണാനല്ലോ, സായിച്ചേട്ടൻ വരുന്നുണ്ടല്ലോ.